ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ഫ്യൂച്ചർ ഫോർ യു. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻസ് എല്ലായ്പ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തണം. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഒന്നുകൂടെ കാണണം, എന്നാലും നിങ്ങളുടെ മെമ്മറിയിൽ കൂടുതലായിട്ട് നിൽക്കൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ബ്രിക്ക് ഹൂസ് one end is cut splayed for full width is known as. Option A, bevel closer. Option B, bevel bat. Option C, king closer. Option D, mitered closer. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബെവൽഡ് ക്ലോസർ, ബെവൽഡ് ബാറ്റ്, കിങ് ക്ലോസർ ആൻഡ് മൈറ്റഡ് ക്ലോസർ. ഫസ്റ്റ് നമുക്ക് ക്ലോസർ എന്താണെന്ന് നോക്കാം. ക്ലോസർ എന്ന് വെച്ചാൽ a piece of brick which is used to close up the bond at the end of brick closers എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ. ക്ലോസേഴ്സ് പല ടൈപ്പ് ഉണ്ട്. കിങ് ക്ലോസർ, ക്വീൻ ക്ലോസർ, ബെവൽഡ് ക്ലോസർ, മൈറ്റഡ് ക്ലോസർ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വൈസിൽ അതിൻ്റെ ലെങ്ത്ത് സ്ട്രക്ചർ ഒരു ലെങ്ത്ത് ഫേസ് കട്ട് ചെയ്യാണ്ട ഉണ്ടാവുക ക്ലോസേഴ്സിൽ. ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ ബെവൽഡ് ക്ലോസർ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഹെഡറിൻ്റെ പകുതിയിൽ നിന്നും മറ്റേ കോർണറിലേക്ക് ട്രയാങ്കിൾ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നതിനെയാണ് ബെവൽഡ് ക്ലോസർ എന്ന് പറയുക. അതിവിടെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ മിഡിലുള്ള ഫിഗറാണ് ബെവൽഡ് ക്ലോസർ. അതിന് ടോപ്പിൽ ലെഫ്റ്റിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ളതിനെയാണ് കിങ് ക്ലോസർ എന്ന് പറയുക. ആ കിങ് ക്ലോസർ എന്ന് വെച്ചാൽ സ്ട്രക്ചറിൻ്റെ മിഡിൽ പകുതിയിൽ നിന്നും ഹെഡറിൻ്റെ പകുതിയിലേക്ക് ഇംഗ്ലണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കുലർ പോർഷൻ റിമൂവ് ചെയ്താൽ, ദ പോർഷൻ ഓഫ് എ ബ്രിക്ക് ഒബ്റ്റൈൻഡ് ആഫ്റ്റർ കട്ടിംഗ് എ ട്രയാങ്കുലർ പോർഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഹാഫ് എ ഹെഡർ ആൻഡ് ഹാഫ് എ സ്ട്രക്ചർ ആർ ഒബ്റ്റൈൻഡ് ഓൺ ദി അഡ്ജോയിനിങ് കട്ട് ഫേസ്. അങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ. പിന്നെ അടുത്തത് വരുന്നത് ബെവൽഡ് ബാറ്റാണ്. ബെവൽഡ് ബാറ്റിന് മുന്നേ നമുക്ക് മൈറ്റഡ് ക്ലോസർ എന്താണെന്ന് നോക്കാം. മൈറ്റഡ് ക്ലോസർ എന്ന് വെച്ചാൽ ഈ ഒരു സ്പ്ലേ ചെയ്തിട്ട് 45 ഡിഗ്രി ടു 60 ഡിഗ്രി വരെ, ഒരു കോർണറിൽ നിന്നും 45 ഡിഗ്രി ടു 60 ഡിഗ്രി വരെ സ്പ്ലേഡായിട്ട് മൈറ്റഡായിട്ട് മറ്റു ഭാഗത്തേക്ക് കട്ട് ചെയ്യുന്നതിനെയാണ് മൈറ്റഡ് ക്ലോസർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വൺ ആൻഡ് ഇസ് കട്ട് സ്പ്ലേഡ് ഫോർ ഫുൾ വിഡ്ത്ത് എന്നാണ്. അപ്പോൾ സ്പ്ലേഡിൻ്റെ വേറെ മൈറ്റഡ്, അപ്പോൾ അത് 45 ഡിഗ്രി ടു 60 ഡിഗ്രി വരുമ്പോൾ മൈറ്റഡ് ക്ലോസർ എന്നാണ് ഇതിൻ്റെ ആൻസർ. ഇനി ബെവൽഡ് ബാറ്റ് എന്ന് ഇവിടെ ഓപ്ഷനിലുണ്ട്. ബാറ്റ് എന്ന് വെച്ചാൽ ലെങ്ത്തിന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് ബാറ്റ് എന്ന് പറയുക. അത് ഹാഫിലാവുമ്പോൾ ഹാഫ് ബാറ്റ് എന്നും 3/4 ആകുമ്പോൾ 3/4 ബാറ്റ് എന്നും. ബെവൽഡ് ബാറ്റ് ആണെങ്കിൽ ഒരെൻഡിൽ ഹാഫും മറ്റേ എൻഡിൽ 3/4 ആണെങ്കിൽ ബെവൽഡ് ബാറ്റ് എന്നും പറയും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് മൈറ്റഡ് ക്ലോസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫേസ് ലെഫ്റ്റ് ഓൺ ദി സൈഡ്സ് ഓഫ് an opening after the door frame has been fitted in position is. Option A, jambs. Option B, reveals. Option C, sill. And option D, freeze. നമുക്ക് ഈ ഫിഗേഴ്സിന് കാണാം. എന്താണ് ജാമ്പ് എന്ന് വെച്ചാൽ? ജാമ്പ് എന്ന് വെച്ചാൽ ദ വെർട്ടിക്കൽ സൈഡ് ഓഫ് എ ഡോർ ഓർ എ വിൻഡോ ഓപ്പണിംഗ്, അതിനാണ് ജാമ്പ് എന്ന് പറയുക. വെർട്ടിക്കൽ സൈഡ് ഓഫ് എ ഡോർ ഓർ എ വിൻഡോ ഓപ്പണിംഗ്. അപ്പോൾ അങ്ങനെ വിൻഡോ ഓപ്പണിങ്ങിൽ അതിൽ വിൻഡോ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബാക്കി വരുന്ന ഭാഗത്തിനെയാണ് റിവീൽ എന്ന് പറയുക. അവിടെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം എക്സ്പോസിൻ്റെ അർത്ഥം ആണ് റിവീൽ എന്ന്. അപ്പോൾ അതിൻ്റെ മീനിങ് തന്നെ അത് കിട്ടുന്നതാണ്. റിവീൽ എന്ന് വെച്ചാൽ എക്സ്പോസ് ചെയ്യുക എന്നൊക്കെയാണല്ലോ പറയാം. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ചാൽ സില്ലാണ്. സിൽ എന്ന് വെച്ചാൽ സിൽ ലെവൽ, അടിഭാഗത്തിനെയാണ് സിൽ എന്ന് പറയുക. ഡോറ് ആണെങ്കിൽ അതിനെ ത്രഷോൾഡ് എന്നൊക്കെ പറയും. പക്ഷേ സില്ലെന്ന് പറഞ്ഞാൽ ഡോർ വിൻഡോ ഓപ്പണിങ്ങിൻ്റെ അടിഭാഗത്തിനെയാണ് സില്ല് സാധാരണഗതിയിൽ പറയുക.
അടുത്തത് ഫ്രീസാണ്. ഫ്രീസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ കോർണിസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കോർണിസിൻ്റെ തൊട്ടടിയിൽ വെക്കുന്ന ഭാഗത്തിനെയാണ് ഫ്രീസ് എന്ന് പറയുക. ഹൊറിസോണ്ടൽ ലെയറാണ്, ഓർണമെൻ്റൽ ലെയറാണ്. അത് കോർണിസിൻ്റെ തൊട്ട് മുകളിൽ ബ്ലോക്കിംഗ് കോഴ്സ് വയ്ക്കും. ഫ്രീസാണ് കോർണിസിൻ്റെ അടിയിൽ വെക്കുന്ന ഭാഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു വാൾസ് meet at 90 degree, a dash quin is formed. Option A, square quin. Option B, squin quin. Option C, T quin. And option D, none of this. നമുക്ക് ഈ ഫിഗർ നോക്കാം. ആദ്യം ആ ചാർട്ട് നോക്കാം. വാൾ കണക്ഷനെ ജംഗ്ഷൻസും ക്വിൻസായിട്ടും തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷനുണ്ട്, സ്ക്വിൻ ജംഗ്ഷനുണ്ട്. സ്ക്വിൻ എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞിട്ട് വരുന്ന ആംഗിൾ ആയിട്ടുള്ള വരുന്ന ജംഗ്ഷനാണ് സ്ക്വിൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷനിൽ തന്നെ ടി ജംഗ്ഷനായിട്ടും ക്രോസ് ജംഗ്ഷനായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ടി ജംഗ്ഷനാണ് ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് കാണുന്നത്. ടി ജംഗ്ഷൻ സ്ട്രൈറ്റ് പോകുന്ന ഒരു വാളിൽ 90 ഡിഗ്രിയിൽ ടി ആയിട്ട് വന്നിട്ട് ജംഗ്ഷൻ വരുമ്പോഴാണ് അതിനെ ടി ജംഗ്ഷൻ എന്ന് പറയുന്നത്. ക്രോസ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് വാളിനെ ക്രോസ് ചെയ്തുകൊണ്ട് ക്രോസ് ആയിട്ട് പോകുന്ന ജംഗ്ഷനെയാണ് ക്രോസ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. സ്ക്വിൻറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ 90 ഡിഗ്രി അല്ലാതെ വേറെ ഒരു വാൾ വന്നിട്ട് മെയിൻ വാളിൽ ചേരുമ്പോഴാണ് സ്ക്വിൻറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ക്വിൻസിനെ നോക്കുമ്പോൾ, ക്വിൻസ് എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ കോർണറാണ്. ആ കോർണറിനെയാണ് ക്വിന്ന് സാധാരണ പറയുക. ക്വിൻസിന് റൈറ്റ് ആംഗിൾഡ് ക്വിന്നുണ്ട്, സ്ക്വിൻറ്റ് ക്വിന്നുണ്ട്. സ്ക്വിൻറ്റ് ക്വിന്നിനെ അക്യൂട്ട് ക്വിൻ്റെന്നും ഒബ്റ്റ്യൂസ് ക്വിൻ്റെന്നും തരംതിരിച്ചിട്ടുണ്ട്. റൈറ്റ് ആംഗിൾഡ് ക്വിൻ്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ മാത്രം വന്ന് ചേരുന്നതിനാണ് റൈറ്റ് ആംഗിൾഡ് ക്വിൻ എന്ന് പറയുക. അതിൻ്റെ വേറൊരു പേരാണ് സ്ക്വയർ ക്വിൻ. അതിൻ്റെ വേറൊരു പേരാണ് സ്ക്വയർ ക്വിൻ. റൈറ്റ് ആംഗിൾഡ് ക്വിന്നിൻ്റെ വേറൊരു പേരാണ് സ്ക്വയർ ക്വിൻ. അപ്പോൾ സ്ക്വിൻറ്റ് ക്വിന്നിൽ അക്യൂട്ട് സ്ക്വിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 90 ഡിഗ്രിയിലും കുറവാണെങ്കിൽ അതിനെ അക്യൂട്ട് സ്ക്വിൻറ്റ് എന്ന് പറയും. ഒബ്റ്റ്യൂസ് സ്ക്വിൻറ്റ് എന്ന് പറഞ്ഞാൽ അത് 90ക്കും 180ക്കും ഇടയിലാണ് അതിൻ്റെ ആംഗിളെങ്കിൽ അതിന് ഒബ്റ്റ്യൂസ് സ്ക്വിൻറ്റ് എന്ന് പറയും. ഇവിടെ ഫിഗറിൽ റൈറ്റിൽ ബോട്ടത്തിൽ കാണിച്ചിരിക്കുന്നത് ഒബ്റ്റ്യൂസ് സ്ക്വിൻ്റാണ്. റൈറ്റിൽ ടോപ്പ് കാണിച്ചിരിക്കുന്നത് റൈറ്റ് ആംഗിൾഡ് ക്വിന്നാണ്, അഥവാ സ്ക്വയർ ക്വിന്നാണ്. നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 90 ഡിഗ്രിയിൽ രണ്ട് വാൾസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡാഷ് ക്വിൻ ഇസ് ഫോംഡ് എന്നാണ്. അപ്പോൾ ആൻസർ സ്ക്വയർ ക്വിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 0.005 of 10 is what percent? Option A 50%, option B 5%, option C 0.5% and option D none of this. ഇത് ITIയിൽ വർക്ക്ഷോപ്പ് കാൽക്കുലേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. ഇത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ചിലപ്പോൾ കൺഫ്യൂഷനായിട്ട്, ഓപ്ഷനിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തെറ്റിപ്പോകാൻ സാധ്യത ഉള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഓപ്ഷനിൽ വലിയ കൺഫ്യൂഷൻ വരില്ല, പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ റേഷ്യോ ആക്കി ചെയ്തിട്ട് അതിൽ ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ 0.005 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 0.05% ആണ്. പക്ഷേ ഇത് ഓപ്ഷനിൽ ഇല്ല, അതുകൊണ്ട് ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് പെൻറ്റഗൺ ഈസ് option A 1.7205 into side square, option B 1.2705 into side square, option C 1.7205 into side root of side, option D 1.2705 into root of side. നമുക്കറിയാം ഏരിയ ഓഫ് എ റെഗുലർ പോളിഗൺ is equal to a square divided by 4 into tan theta into
നമ്പർ ഓഫ് സൈഡ്സ്. അങ്ങനെ ചെയ്താലാണ് ഏരിയ ഓഫ് എ റെഗുലർ പോളിഗൺ കിട്ടുക. അതാണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു റെഗുലർ പെൻറ്റഗണാണ്. അപ്പോൾ 5 ഇൻറ്റു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ടാൻ തീറ്റ ചെയ്താലാണ് ഇവിടെ ആൻസർ കിട്ടുക. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഓരോന്നിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻറ്റീരിയർ ആംഗിൾ ഡിവൈഡഡ് ബൈ 2 ആണ്. ഫിഗർ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ഏതൊരു റെഗുലർ പോളിഗണ്ട് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്. ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾസ് സെൻറ്ററിലേക്ക് വരച്ചുകൊണ്ട് ആ ആംഗിൾസ് കണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ പെൻറ്റഗണ്ട് വരുമ്പോൾ 5 ഇൻറ്റു എ എന്ന് പറയുന്നത് സൈഡാണ്. എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ടാൻ, ഇവിടെ 54 ആണ് പെൻറ്റഗണ് വരിക. അപ്പോൾ ടാൻ 54, 5 ഇൻറ്റു എ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു ടാൻ 54 ഇസ് ഈക്വൽ ടു 1.7205 എ സ്ക്വയർ. ഇതാണ് പെൻറ്റഗണ്ടത്. ഇനിയിപ്പോൾ ഹെക്സഗണ്ട് ആണെങ്കിൽ 120 ഡിഗ്രിയാണ് അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ. അപ്പോൾ അതിൻ്റെ ഡിവൈഡ് ബൈ 2 വരുമ്പോൾ 60 ഡിഗ്രി വരും. അപ്പോൾ ടാൻ 60 ഇസ് ഈക്വൽ ടു √3. അപ്പോൾ ഒരു ഹെക്സഗൺ വരുമ്പോൾ 6 ഇൻറ്റു √3 ഡിവൈഡഡ് ബൈ 4 എ സ്ക്വയർ എന്ന് വരും. അപ്പോൾ √3/4 എ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം. അതൊരു ഇക്വിലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ 6 ഇക്വിലേറ്റർ ട്രയാങ്കിൾസ് ആയിരിക്കും ഒരു റെഗുലർ ഹെക്സഗണിൽ ഉണ്ടാവുക. അപ്പോൾ 6 ഇൻറ്റു √3/4 എ സ്ക്വയർ ആണ് ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ. അങ്ങനെ ഏത് പോളിഗണിൻ്റെയും നമുക്ക് ഏരിയ കണ്ടുപിടിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ മെത്തേഡ് commonly adopted for the removal of permanent hardness? Option A, lime soda process. Option B, base exchange process. Option C, demineralization process. And option D, all the above. നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കാം. ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ് ലൈം സോഡ പ്രോസസ്സ്. റോ വാട്ടർ പമ്പിൽ നേരെ പോയിട്ട് ഒരു അജിറ്റേറ്റർ ഉണ്ടാവും, ഒരു ടാങ്ക് ഉണ്ടാവും, അജിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടാങ്ക് ഉണ്ടാവും. അതിലേക്ക് റോ വാട്ടറും ലൈം സോഡയും കൊയാഗുലൻസും ഒക്കെ ആ ടാങ്കിൽ വന്ന് കളക്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് അജിറ്റേഷൻ നടന്നിട്ട് അവിടുന്ന് റിയാക്ഷൻ നടന്ന് അതിലൂടെ ഫിൽട്ടർ വഴി പുറത്തേക്ക് സ്റ്റോറേജിലേക്ക് എടുക്കുകയാണ് ചെയ്യുക. അതിനെയാണ് ലൈം സോഡ പ്രോസസ്സ് എന്ന് പറയുക. ലൈമും സോഡ ആഷും ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതിനു മുമ്പേ നമുക്ക് ഹാർഡ്നെസ്സിനെ പറ്റി പറയാം. ഹാർഡ്നെസ് എന്ന് വെച്ചാൽ ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്, പെർമനൻറ്റ് ഹാർഡ്നെസ് ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ് എന്ന് വെച്ചാൽ ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം. കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം ഉണ്ടെങ്കിലാണ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവുക വെള്ളത്തിൽ. അപ്പോൾ അത് ബോയിലിംഗ് വഴിയും ആഡിങ് ലൈം വഴിയൊക്കെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇത് പെർമനൻറ്റ് ഹാർഡ്നെസ്സിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. പെർമനൻറ്റ് ഹാർഡ്നെസ് ഉണ്ടാവുക ക്ലോറൈഡ്സും സൾഫൈഡ്സും ഒക്കെ കൊണ്ടാണ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഉണ്ടാവുക. ക്ലോറൈഡ്സ് ആൻഡ് സൾഫൈഡ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം. ക്ലോറൈഡ്സ് ആൻഡ് സൾഫൈഡ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം തന്നെയാണ് ബേസിക് ആയിട്ടുള്ള. അതിൻ്റെ കാർബണൈഡ്സും ബൈകാർബണൈഡ്സും ആണെങ്കിൽ ടെമ്പററിയും, ക്ലോറൈഡ്സും സൾഫൈഡ്സും ഒക്കെ ആണെങ്കിൽ അത് പെർമനൻറ്റ് ഹാർഡ്നെസ്സുമാണ് ഉണ്ടാവുക വാട്ടറിൽ. അപ്പോൾ രണ്ടാമത്തെ പ്രോസസ്സാണ് ബേസ് എക്സ്ചേഞ്ച് പ്രോസസ്സ്. ബേസ് എക്സ്ചേഞ്ച് പ്രോസസ്സിൻ്റെ വേറെ പേരാണ് സിയോലൈറ്റ് പ്രോസസ്സ്, ഓൾസോ നോൺ ആസ് കാറ്റയൺ എക്സ്ചേഞ്ച് പ്രോസസ്സ് എന്നും അറിയപ്പെടും. അപ്പോൾ 3 പേരുണ്ട്: ബേസ് എക്സ്ചേഞ്ച് പ്രോസസ്സ്, സിയോലൈറ്റ് പ്രോസസ്സ്, കാറ്റയൺ എക്സ്ചേഞ്ച് പ്രോസസ്സ്. സിയോലൈറ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സിലിക്കേറ്റാണ്. അലൂമിനിയം ആൻഡ് സോഡിയത്തിൻ്റെ ഒരു കോംപ്ലക്സ് സിലിക്കേറ്റാണ് സിയോലൈറ്റ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കോംപ്ലക്സ് കെമിക്കൽ റിയാക്ഷനൊക്കെയാണ് നടക്കുന്നത് അതിൽ. അപ്പോൾ സിയോലൈറ്റ് കാൽഷ്യം മാഗ്നീഷ്യം അതിൽ വേർപെട്ട് പോകും. ഇത് നടന്നതിന് ശേഷം അതിൻ്റെ അവിടെ കാണിച്ചിട്ടുണ്ട്. ഹാർഡ് സിയോലൈറ്റ് സഫ്നറിൻ്റെ ഫിഗർ അവിടെ കാണിച്ചിട്ടുണ്ട്.
സിയോലൈറ്റ് ബെഡിൽ കൂടെ പാസ് ചെയ്യും, അതിലൂടെ സോഡിയം ക്ലോറൈഡ് ഇഞ്ചെക്ഷൻ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇതിൻ്റെ പേരുകളും മറ്റൊക്കെ പഠിക്കുക, എന്താണ് കാരണമാവുന്നത് പഠിക്കുക. കോംപ്ലക്സ് സിലിക്കേറ്റ്സ് ഓഫ് അലൂമിനിയം ആൻഡ് സോഡിയം ആണ് സിയോലൈറ്റ്. കാറ്റയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സ് എന്നും പറയും, ബേസ് എക്സ്ചേഞ്ച് പ്രോസസ്സ് എന്നും പറയും, സിയോലൈറ്റ് പ്രോസസ്സ് എന്നും പറയും. അപ്പോൾ വേറൊരു ഓപ്ഷൻ തന്നിരിക്കുന്നത് ഡീമിനറലൈസേഷൻ പ്രോസസ്സ് എന്നാണ്. അതിൻ്റെ വേറൊരു പേരാണ് അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സ്. അയോൺസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക, കാറ്റയോണും ആനയോണും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന, അങ്ങനെ ഡീമിനറലൈസേഷൻ വഴി അല്ലെങ്കിൽ ഡീഅയോണൈസേഷൻ വഴി, ഡീഅയോണൈസേഷൻ എന്നും പറയും, അയോൺ എക്സ്ചേഞ്ച് എന്നും പറയും, ഡീമിനറലൈസേഷൻ എന്നും പറയും. അങ്ങനെ 3 പേരുകളുണ്ട് ഈ ഒരു മെത്തേഡിന്. അപ്പോൾ ഇത് 3ആണ് സാധാരണഗതിയിൽ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ 3 ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മോസ്റ്റ് കോമൺലി ചോദിക്കുമ്പോൾ ലൈം സോഡയാണ്, പക്ഷേ ഇത് മോസ്റ്റ് കോമൺലി എന്ന് ചോദിക്കുമ്പോൾ ലൈം സോഡയാണ് ഇതിൽ കൂടുതൽ കറക്റ്റായിട്ടുള്ള ആൻസർ വരേണ്ടത്. ഓക്കെ. ദി ഗ്രാനൈറ്റ് ഈസ് എ ഡാഷ് റോക്ക്. ഓപ്ഷൻ എ സെഡിമെൻ്ററി, ഓപ്ഷൻ ബി മെറ്റമോർഫിക്, ഓപ്ഷൻ സി igneous ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. നമുക്ക് റോക്സിനെ പറ്റി ഒന്ന് ജസ്റ്റ് നോക്കാം. റോക്സിൻ്റെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ 3 തരമായിട്ടാണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉള്ളത്: igneous, sedimentary ആൻഡ് മെറ്റമോർഫിക്. igneous റോക്സ് എന്ന് വെച്ചാൽ ഭൂമിക്കടിയിലുണ്ടാവുന്ന മാഗ്മ തണുത്തറിഞ്ഞിട്ടുണ്ടാവുന്ന റോക്സിനെയാണ് igneous റോക്സ് എന്ന് പറയുക. അത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ വോൾക്കാനിക് റോക്ക് എന്ന് പറയും. ഭൂമിയുടെ ഒരുപാട് താഴെയാണ് അത് തണുത്തറിയുന്നതെങ്കിൽ അതിനെ പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയും. ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലാണ് അത് പറയുന്നതെങ്കിൽ അതിനെ ഹൈപ്പബിസൽ എന്ന് പറയും. അപ്പോൾ അതിനൊക്കെ വേറെ വേറെ എക്സാമ്പിൾസ് ഉണ്ട്. സെഡിമെൻ്ററി റോക്സ് എന്ന് പറഞ്ഞാൽ ഈ വെതറിങ് ആക്ഷൻ മൂലം, റെയിൻ, വിൻഡ് അങ്ങനെയുള്ള വെതറിങ് ഏജൻറ്റ്സ് മൂലം എറോഷൻ ഓഫ് റോക്സൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുന്ന ആണ് സെഡിമെൻ്ററി റോക്ക്. സെഡിമെൻ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ് സെഡിമെൻ്ററി റോക്സ്. മെറ്റമോർഫിക് റോക്സ് എന്ന് പറഞ്ഞാൽ ഈ igneous റോക്കിലും സെഡിമെൻ്ററി റോക്കിലൊക്കെ മെറ്റമോർഫിസം, ഹൈ ഹീറ്റ് ആൻഡ് പ്രഷർ കൊണ്ട് മെറ്റമോർഫിസം സംഭവിച്ചിട്ട് ഉണ്ടാകുന്ന റോക്സാണ് മെറ്റമോർഫിക് റോക്സ്. അതിൻ്റെ ഒരു റോക്ക് സൈക്കിൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഏകദേശം അതുപോലെയാണ് റോക്ക് സൈക്കിൾ നടക്കുന്നത്. പിന്നെ കുറച്ച് igneous റോക്സിൻ്റെ എക്സാമ്പിൾസാണ് ആൻറ്റിസൈറ്റ്, ബസാൾട്ട്, ഡയോറൈറ്റ്, ഗാബ്രോ, ഗ്രാനൈറ്റ്, ഒബ്സിഡിയൻ, പെഗ്മറ്റൈറ്റ്, പെരിഡൈറ്റൈറ്റ്, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. കോമൺ ആയിട്ടുള്ളത് ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഡയോറൈറ്റ്, ഡോളറൈറ്റ്, അതൊക്കെയാണ് igneous റോക്സിൻ്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സിലിക്ക മെൽറ്റ്സ് അറ്റ് ഡാഷ് ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ എ 1730 degree Celsius, option B 1400 degree, option C 1430 degree and option D 1510 degree. നമുക്ക് കുറച്ച് സിവിൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മെൽറ്റിംഗ് പോയിൻറ്റ്സ് നോക്കാം. അത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസിലാണ് വരുന്നത്. അലൂമിനിയൻ്റെത്, കോറൻറ്റം അലൂമിനിയൻ്റെത് 2054 ആണ് ഡിഗ്രി വരുന്നത്. ഇതിൽ നമുക്ക് കാണാം സിലിക്കയുടേത് 1723 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അറൗണ്ട് 1730. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ, 1730. Next question: the compressive strength of 1:1:2 concrete mix is option A 15 Newton per millimeter square, option B 20 Newton per millimeter square, option C 25 Newton per millimeter square and option D none of the above. ഇവിടെ കുറച്ച് നോമിനൽ മിക്സിൻ്റെ റേഷ്യോ ഞാൻ കൊടുത്തിട്ടുണ്ട്. M5 1510, M7.5 148, M10 136, M15 124, M20 11.3 and M25 112. അതേപോലെ IS 456 പ്രകാരമുള്ള ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റും കൊടുത്തിട്ടുണ്ട്. അതിൽ
ഓർഡിനറി കോൺക്രീറ്റ്, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ട് തരംതിരിച്ചിട്ടുണ്ട്. M10 മുതൽ M20 വരെയാണ് ഓർഡിനറി കോൺക്രീറ്റ് എന്നറിയപ്പെടുന്നത്. M25 മുതൽ M55 വരെയാണ് സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്. M60 മുതൽ M80 വരെയാണ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. അപ്പോൾ ഈ M എന്ന് ഉദ്ദേശിക്കുന്നത് മിക്സിനെയാണ്. ഈ 10, 15, 20 എന്നൊക്കെ പറയുന്നത് ആണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്ത്. അപ്പോൾ അതുകൊണ്ടാണ് M60 എന്ന് വെച്ചാൽ മിക്സ് 60 ആണ് M60. M20 എന്ന് പറഞ്ഞാൽ മിക്സ് 20, അതായത് 20 ആയിരിക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്ത് അറ്റ് 28 days. ഒരു 150 mm ക്യൂബ് ഉപയോഗിച്ചിട്ട് സ്ട്രെങ്ത്ത് ടെസ്റ്റ് ചെയ്താൽ കിട്ടുന്നത്. ബിലോ വിച്ച് the 5% of the test result not expected to fall. Next question, the concrete provided to resist the attack by acids and other chemicals. Option A, pre-stressed concrete. Option B, polymer concrete. And option C, no fines concrete. And option D, vacuum concrete. നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ കാണാം, ലെഫ്റ്റിൽ ടോപ്പിൽ കൊടുത്തിരിക്കുന്നതാണ് പ്രീസ്ട്രസ് കോൺക്രീറ്റിൻ്റെ ആ ഒരു തിയറിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കൺസെപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇനീഷ്യലായിട്ട് തന്നെ നമ്മൾ സ്ട്രെസ്സസ് അപ്ലൈ ചെയ്യുകയാണ്. ലോഡ് വരുന്ന മുന്നേ സ്ട്രെസ്സസ് അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് ടെൻഡൻസ് ഉപയോഗിച്ച് ലോഡ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് ലോഡ് വരുമ്പോൾ അത് കോൺട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കൺസെപ്റ്റാണ് പ്രീസ്ട്രസ് കോൺക്രീറ്റിൻ്റെത് വരുന്നത്. ടെൻഡൻസ് ഹാർഡ് ഡ്രോൺ സ്റ്റീലൊക്കെയാണ് ഉപയോഗിക്കുക, ഹൈ സ്ട്രെങ്ത് സ്റ്റീലൊക്കെയാണ് ഉപയോഗിക്കുക. ഇത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന വലിയ വലിയ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് ആണ്. ഇതിനൊരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ സ്ട്രിപ്പിംഗ് ടൈം കുറച്ച് വേണ്ടു, പിന്നെ ഒരു ടിപ്പിക്കൽ ക്രോസ് സെക്ഷനിൽ കൂടുതൽ സ്പാന് കിട്ടും. അങ്ങനെ അഡ്വാൻറ്റേജസ് കുറേ ഉണ്ട്. രണ്ടാമത്തേതാണ് പോളിമർ കോൺക്രീറ്റ്. പോളിമർ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൈൻഡർ അല്ല, ബൈൻഡിങ് മെറ്റീരിയലിന് പകരം ഒന്നുകിൽ പൂർണ്ണമായിട്ട് റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് മാറ്റിയിട്ട് അത് സിമെൻറ്റിന് പകരം പോളിമർ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് പോളിമർ കോൺക്രീറ്റ് എന്ന് പറയുക. പോളിമർ ആൻഡ് അഗ്രിഗേറ്റ്, അങ്ങനെ ഫിനോൾ ഫോർമാൽഡിഹൈഡ് അങ്ങനെയുള്ള പോളിമേഴ്സൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന പോളിമർ കോൺക്രീറ്റ്. അത് കൂടുതൽ ഇംപെർവിയസ് ആയിരിക്കും. പിന്നെ കെമിക്കൽ അറ്റാക്കിനും അതേപോലെയുള്ള ആസിഡ്സിൻ്റെ അറ്റാക്കിനൊക്കെ ചെറുത്ത് നിൽക്കാൻ കഴിവുള്ള കോൺക്രീറ്റാണ് പോളിമർ കോൺക്രീറ്റ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതിൻ്റെ ആൻസർ ഇതാണ്. കെമിക്കൽ അറ്റാക്കിനെയും ആസിഡ്സിനെയും ഒക്കെ ചെറുക്കാനുള്ള കഴിവുള്ള കോൺക്രീറ്റാണ് പോളിമർ കോൺക്രീറ്റ്. പിന്നെ അടുത്തത് നോ ഫൈൻസ് കോൺക്രീറ്റ് ആണ്. നോ ഫൈൻസ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പേര് പറയുമ്പോൾ തന്നെ അറിയാം, അതിൽ ഫൈൻ അഗ്രിഗേറ്റ്സ് ഉണ്ടാവില്ല. ഫൈൻ അഗ്രിഗേറ്റ് ഇല്ലാണ്ട് കോസ് അഗ്രിഗേറ്റ് ആൻഡ് ബൈൻഡിങ് മെറ്റീരിയൽ വാട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നോ ഫൈൻസ് കോൺക്രീറ്റ് എന്ന് പറയുക. ഇത് എവിടെയാണ് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പെർവിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ, പിന്നെ റിട്ടേണിംഗ് വാളിൽ, പിന്നെ പാവ്മെൻറ്റ്സിൽ ഒക്കെ. പാവ്മെൻറ്റ്സ് മീൻസ് നമുക്ക് റൺ ഓഫ് കുറക്കാൻ വേണ്ടിയൊക്കെ പെർവിയസ് ആയിട്ടുള്ള ആവശ്യം വരുന്ന സ്ഥലത്താണ് ഈ നോ ഫൈൻസ് കോൺക്രീറ്റ് ഉപയോഗിക്കുക. പിന്നെ ഓപ്ഷൻ ഡി വാക്വം കോൺക്രീറ്റ് ആണ്. വാക്വം കോൺക്രീറ്റ് എന്ന് വെച്ചാൽ കോൺക്രീറ്റിൻ്റെ ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ള പിന്നെ എയർ ആൻഡ് വാട്ടറിനെ റിമൂവ് ചെയ്യുക, അതിനെയാണ് വാക്വം കോൺക്രീറ്റ് എന്ന് പറയുക. അതൊരു സെപ്പറേറ്റ് പമ്പൊക്കെ വെച്ചിട്ട് അതിന് വാക്വം റിമൂവ് ചെയ്താൽ അതിൻ്റെ സെറ്റപ്പ് ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതോടെ ഈ ക്ലാസ് കഴിയുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാണുന്നു വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷൻസ് ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.